നമസ്കാരം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ ജലം തികച്ചും രുചിരഹിതമായ ഒരു ദ്രാവകമാണ്. എന്നാൽ സൂക്ഷ്മാണുക്കളുടെ ലോകത്ത് ജലമെന്നത് രാസവസ്തുക്കളുടെയും മൂലകങ്ങളുടെയും വലിയൊരു കലവറയാണ്. മലിനമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ അവയുടെ അതിജീവനത്തിനായി ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി അതിസൂക്ഷ്മമായ തന്മാത്രാ ഡിറ്റക്ടറുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചുറ്റുപാടുകളിലുള്ള നിർദ്ദിഷ്ട രാസഭീഷണികളെ അല്ലെങ്കിൽ മലിനീകരണ വസ്തുക്കളെ കൃത്യമായി തിരിച്ചറിയാനും അതനുസരിച്ച് കോശങ്ങളുടെ പ്രതികരണം സജീവമാക്കാനും ശേഷിയുള്ള പ്രോട്ടീനുകളാണിവ. പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ അത്ഭുതകരമായ മലിനീകരണ ഡിറ്റക്ടറുകളെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി കോശങ്ങൾക്ക് പുറത്തെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന ലളിതമായ ചിന്തയിൽ നിന്നാണ് ജലസുരക്ഷാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിതുറക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ രൂപം കൊള്ളുന്നത്. അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ എഞ്ചിനീയറായ ജൂലിയസ് ലെക്സും അദ്ദേഹത്തിൻ്റെ ഗവേഷണ സംഘവുമാണ് പ്രകൃതിയുടെ ഈ സവിശേഷതയെ മനുഷ്യരാശിക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുത്തത്. റോസാലിൻഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അത്യാധുനിക ബയോസെൻസർ പ്ലാറ്റ്ഫോമാണ് ഈ ഗവേഷണത്തിൻ്റെ പ്രധാന ഫലം. പ്രശസ്ത രസതന്ത്രജ്ഞനായ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ്റെ സ്മരണാർത്ഥം നൽകിയിരിക്കുന്ന ഈ പേര് RNA ഔട്ട്പുട്ട് സെൻസേഴ്സ് ആക്ടിവേറ്റഡ് ബൈ ലിഗാൻഡ് ഇൻഡക്ഷൻ എന്ന ശാസ്ത്രീയ നാമത്തിൻ്റെ ചുരുക്കപ്പേരാണ്. ഒരു പുതിയ സെൻസർ പൂജ്യത്തിൽ നിന്ന് നിർമ്മിക്കുന്നതിന് പകരം മലിനീകരണ വസ്തുക്കളെ കണ്ടെത്താൻ സൂക്ഷ്മാണുക്കൾ ഇതിനകം ഉപയോഗിക്കുന്ന തന്മാത്രകളെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ പുനഃക്രമീകരിക്കുകയാണ് ഗവേഷകർ ചെയ്തത്. ഇതിനായി ലിവിങ് സെല്ലുകൾ അഥവാ ജീവനുള്ള കോശങ്ങൾക്ക് പുറത്തുള്ള ഒരു പ്രത്യേക തന്മാത്രാ സംവിധാനമാണ് ഇവർ ഒരുക്കിയത്. DNA, RNA, പ്രോട്ടീനുകൾ എന്നിവ കൃത്യമായ അളവിൽ ചേർത്ത് വെച്ച ഈ മിശ്രിതത്തിന് ഏതൊരു ജീവിയുടെയും ശരീരത്തിന് പുറത്ത് വെച്ച് ജൈവപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. പരിശോധിക്കേണ്ട ജലത്തിൽ മലിനീകരണ വസ്തുക്കളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഈ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും ഒരു ഫ്ലൂറസെൻ്റ് RNA തന്മാത്ര ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി ജലസാമ്പിൾ പ്രകാശിക്കാൻ തുടങ്ങും. യാതൊരുവിധ സങ്കീർണമായ ലബോറട്ടറി ഉപകരണങ്ങളുടെയോ വിദഗ്ധരായ ജീവനക്കാരുടെയോ സഹായമില്ലാതെ തന്നെ സാധാരണക്കാർക്ക് ജലത്തിലെ വിഷാംശം തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യകാല പതിപ്പുകൾക്ക് ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് തന്നെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസികൾ നിശ്ചയിച്ചിട്ടുള്ള സുരക്ഷാ പരിധിക്ക് മുകളിലുള്ള 17ഓളം വ്യത്യസ്ത മലിനീകരണ വസ്തുക്കളെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ജലത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രം അടങ്ങിയിരിക്കുന്ന മലിനീകരണ വസ്തുക്കളെ കണ്ടെത്താൻ ഇതിന് പരിമിതികളുണ്ടായിരുന്നു. ഈ പോരായ്മ പരിഹരിക്കുന്നതിനായി സിഗ്നലുകളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ സംവിധാനം ഗവേഷകർ വികസിപ്പിച്ചെടുത്തു. RNA എഞ്ചിനീയർമാർ ഇത്രയും കാലം ഒരു ശല്യമായി കരുതിയിരുന്ന ഒരു പ്രത്യേക എൻസൈമിനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റക്ഷൻ സിഗ്നലുകളെ ആവർത്തിച്ച് കേൾപ്പിക്കാൻ ശേഷിയുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ട് ഇവർ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. ഇതോടെ റോസലിൻ പ്ലാറ്റ്ഫോമിൻ്റെ പുതിയ പതിപ്പിന് മുൻപത്തേക്കാൾ 10 ഇരട്ടി കൃത്യതയോടെയും തീവ്രതയോടെയും പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ചെറുകിട തന്മാത്രകളും ലോഹങ്ങളും മാത്രമല്ല, ജലത്തിൽ അടങ്ങിയിരിക്കുന്ന DNA, RNA തുടങ്ങിയ ന്യൂക്ലിക് ആസിഡുകളെ പോലും കണ്ടെത്താൻ ഇപ്പോൾ ഈ സെൻസറിന് ശേഷിയുണ്ട്. ലബോറട്ടറികളിലെ പരീക്ഷണങ്ങൾക്കുമപ്പുറം സാധാരണ ജനങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ചിക്കാഗോയിലെ പല വീടുകളിലും പൈപ്പ് വെള്ളത്തിലെ ഈയത്തിൻ്റെ അഥവാ ലെഡിൻ്റെ സാന്നിധ്യം പരിശോധിക്കുവാൻ നിലവിൽ ഈ പ്ലാറ്റ്ഫോം വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ കെനിയയിലെയും ഉഗാണ്ടയിലെയും ഗ്രാമീണ മേഖലകളിലെ കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡിൻ്റെ അളവ് പരിശോധിക്കുവാൻ ഈ സാങ്കേതിക വിദ്യ വലിയ തോതിൽ സഹായിക്കുന്നുമുണ്ട്. ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്ന അളവിൽ ഫ്ലൂറൈഡ് കലരുന്ന ഈ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ ഈ ലളിതമായ പരിശോധനാ രീതിക്ക് സാധിക്കും. കൂടാതെ കൃഷിയെ നശിപ്പിക്കുന്ന രോഗകാരികളെ കണ്ടെത്താനുള്ള ക്രിസ്പർ അധിഷ്ഠിത സാങ്കേതിക വിദ്യയും ഈ ലാബിൻ്റെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ പരീക്ഷിച്ചു വരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കേവലം ഗവേഷണശാലകളിൽ ഒതുങ്ങാതെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് ഈ കണ്ടുപിടുത്തം അടിവരയിടുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.